ഹായ് ഹലോ, ദേ ഇങ്ങോട്ടും നോക്കിയേ. ഇന്ന് നമ്മുടെ വീട്ടിൽ കുറച്ച് പണികൾ ധാരാളമുള്ള ദിവസം കേട്ടോ. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് കൂവയാണ് കേട്ടോ. കൂവ പറഞ്ഞാൽ ഇത് ലാത്തി കൂവ. രണ്ട് തരത്തിലുള്ള കൂവ ഉണ്ട്. ഒന്ന് പറമ്പ് കൂവ, ലാത്തി കൂവ. പറമ്പ് കൂവ എന്ന് പറയുന്നത് കൂടുതലും ഔഷധ ഗുണമുള്ളതാത്രേ. ഇതിനും ഔഷധം ഉണ്ട്, പക്ഷെ ഞങ്ങളിതിന് ഇവിടെ പറയുക ലാത്തി കൂവ എന്നാട്ടോ. സത്യം പറഞ്ഞാൽ കൂവ നമ്മൾ വേടിക്കലും ഉണ്ടാക്കലും ആ പൊടി ഇടിച്ച് പിഴിഞ്ഞ് പൊടിയാക്കലൊക്കെ നമ്മൾ ധനുമാസം ആ ഒരു സമയത്താട്ടോ ചെയ്യൽ. ആ സമയത്ത് ഇവിടെ വീട്ടിൽ മേടിച്ചപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അന്ന് അതൊന്നും വൃത്തിയാക്കി എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പിന്നെ അത് നമ്മളിങ്ങനെ ഇതിനെ ഈ തൊപ്പൊന്നും കളയാതെ തന്നെ നമ്മൾ ചാക്കിൽ നന്നായിട്ട് കെട്ടി വെച്ചുകൊണ്ട് വലിയ കുഴപ്പമില്ലെന്നാലും കുറേ ദിവസം കുറേ മാസം കെട്ടി വെച്ചുകൊണ്ട് തന്നെ ചില ഭാഗത്തൊക്കെ കണ്ടോ ഇങ്ങനെ കേട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് അമ്മ ചെത്തി കളയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഇന്ന് അമ്മ അത് നേരെയാക്കേണ്ട തിരക്കിലാണ്. എനിക്കപ്പം അടുക്കളയിൽ മറ്റ് പണികളുണ്ടായിരുന്നു, അതാട്ടോ ഞാൻ അതിന് നിൽക്കാത്തത്. അപ്പോൾ കണ്ടു ചില ഭാഗങ്ങളൊക്കെ കുറച്ചിങ്ങനെ കേട് വന്നിട്ടുണ്ട്. നമ്മൾ ഇത്ര മാസം എടുത്ത് വെച്ചല്ലോ എന്ന്. അപ്പോൾ കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മളങ്ങനെ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് ഉള്ളത് നമ്മൾ ഈ ഒരു ബക്കറ്റിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ബക്കറ്റിലേക്ക് ഇട്ടിട്ട് അത്യാവശ്യം നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി അത് നമ്മൾ ഇതേപോലെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ മിക്സിയിൽ അടിച്ചിട്ടാണ് കേട്ടോ ഇത് കൂവ പിഴിയണത്. എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ പണ്ടൊക്കെ നമ്മൾ രണ്ടിലും ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇവിടെ ഈ ഉരലുണ്ടല്ലോ, ഉരലിലിട്ടിട്ട് ഉരൽ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് അതിലിട്ട് കുത്തിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചെറിയൊരു ഓർമ്മയുണ്ട്. അപ്പോൾ അമ്മയൊക്കെ പറയുന്നുണ്ട് അമ്മയുടെയൊക്കെ കാലത്ത് പണ്ട് അന്നൊന്നും മിക്സിയൊന്നും ഇല്ലല്ലോ, അന്നൊക്കെ ഇങ്ങനെ ഉരലിലൊക്കെ ഇടിച്ച് പിഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കിയിരുന്നത് എന്നൊക്കെ. ഇന്നിപ്പം കാലവും മാറി സൗകര്യങ്ങളും കൂടിയല്ലോ. അപ്പോൾ നമ്മൾ ഒരുവിധം എല്ലാവരും ഇങ്ങനെയാണല്ലോ ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ മിക്സിയിൽ അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ മിക്സി കേട് വരും, മിക്സിയുടെ പണി തീരുമല്ലോ. അപ്പോൾ നമ്മളിത് ചെറുതാക്കി അരിഞ്ഞിട്ടാണ് ഇങ്ങനെ ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കിയതാട്ടോ. അങ്ങനെ ചെറുതാക്കി അരിഞ്ഞിട്ട് ഇതിങ്ങനെ ആക്കി അതിലിടും. ഇത് ഒരു ട്രിപ്പ് ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് അടുത്തതാണ് ഇങ്ങനെ അരിയുള്ളതാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഒരുവിധം ഇത് രാവിലത്തെ പണി കഴിഞ്ഞത് ഉച്ചയ്ക്ക് ശേഷം കേട്ടോ പിന്നെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതാ ഫസ്റ്റത്തെ ഒരു ട്രിപ്പ് അരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെക്കൻഡ് ട്രിപ്പാണ് ഈ അരയ്ക്കുന്നത്. നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയിൽ ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് അരയ്ക്കാൻ കുറച്ച് സുഖമാണ് കേട്ടോ. കുറച്ച് സമയം എടുക്കുന്നത് മാത്രം, കാരണം കുറേ ഉള്ള കാരണം ഒറ്റയടിക്ക് അങ്ങോട്ട് അരയില്ലല്ലോ. എന്നാൽ നമ്മൾ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സിയിലിട്ട് അരയ്ക്കണം. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇപ്പോൾ കൂവപ്പൊടി ഉണ്ടാക്കി റെഡി പായസം വെച്ച് കഴിച്ച സമയം കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ. നമ്മുടെ വീട്ടിലത്തെ മിക്സി പ്രീതി ആട്ടോ. അപ്പോൾ അതിൽ അത്യാവശ്യം നന്നായിട്ട് അരയുന്നൊരു മിക്സി ആട്ടോ പ്രീതി. നിങ്ങളിപ്പോൾ ഇങ്ങനെ തന്നെയല്ലേ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ചെയ്യുക? എനിക്ക് തോന്നുന്നു ഒരു എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുന്നുള്ളത്. പിന്നെ ഇതാണ് അടുത്ത പണി. ഇത് കാണാൻ നല്ല രസമായിരിക്കും ഇങ്ങനെ ഇതിൽ കളിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. പക്ഷേ നമ്മളിതൊരു തമാശയിൽ ഇതിങ്ങനെ എടുക്കരുതെന്നൊക്കെ പറയും. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നല്ല സീരിയസ് ആയിട്ട് നല്ല രീതിയിൽ പൊടി കെട്ടണമെന്ന് വിചാരിച്ചിട്ട് ചെയ്യണമെന്നൊക്കെ. അപ്പോൾ നമ്മളിതൊക്കെ ഇങ്ങനെയൊക്കെ അമ്മ ഇങ്ങനെ പിഴിയുമ്പോൾ സമയത്ത് നമ്മൾ എന്തെങ്കിലും കമൻ്റ് അടിച്ചാൽ അപ്പോൾ അമ്മ ചീത്ത പറയും. നമ്മൾ അങ്ങനെ എന്തെങ്കിലും കളിയാക്കിയിട്ട് ചിരിക്കുകയോ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് പൊടി കുറയുമെന്നൊക്കെ അങ്ങനെയൊക്കെ അമ്മയുടെ അമ്മ, അതായത് അമ്മമ്മയൊക്കെ പറയത്രേ കളിയാക്കാനൊന്നും പാടില്ല, അപ്പോൾ പൊടി കുറയുമെന്നൊക്കെ. അപ്പം നമ്മൾ അരച്ച് വെച്ചത് ഇത് അടിയിലൊരു വലിയൊരു വട്ടച്ചെമ്പാണ്. ആ വട്ടച്ചെമ്പിൽ വെള്ളം നിറച്ചിട്ട് അതിൻ്റെ മേലെ നല്ല കഴുകി വൃത്തിയാക്കിയ തോർത്തുണ്ടോ അല്ലെങ്കിൽ വെള്ളമുണ്ടോ ഒക്കെ ഇടില്ലേ, അതാണ് എടുക്കുക. ഇത് എനിക്ക് തോന്നുന്നു ഒരു തോർത്തുണ്ടാ തോന്നുന്നു, നല്ല തോർത്തുണ്ട് ഇതിനൊക്കെ ആയിട്ട് മാത്രം ഉപയോഗിക്കുന്നത് നമ്മൾ കൊല്ലം. അപ്പോൾ അതിൽ കെട്ടിയിട്ട് നല്ല വെള്ളം വെച്ചിട്ട് നമ്മൾ ഈ അരച്ച് വെച്ചത് അയിക്ക് മുക്കും. നമ്മൾ ഈ അരച്ച് വെച്ച കൂവ ഈ തോർത്തണ്ടിൽ ഇടും. തോർത്തണ്ടിൽ ഇടുമ്പോൾ തോർത്തണ്ടിൽ നിങ്ങൾക്ക് നാട്ടിൽ ഇങ്ങനെ ചെയ്യണോ ചെയ്യുക. തോർത്തണ്ടിൽ അത്യാവശ്യം ആ ചെമ്പിൽ നല്ല വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ തോർത്തുണ്ടിൽ നമ്മൾ ഈ വെള്ളം കയറിയിട്ടുണ്ടാവും. അപ്പോൾ ആ വെള്ളത്തിലും ഇത് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് പിഴിയുമ്പോൾ ഈ നീര് മാത്രം ചെമ്പിൻ്റെ തോർത്തുണ്ടെന്ന് അടിയിൽ നിന്ന് ചെമ്പിക്ക് പോവും. വേസ്റ്റ് പറഞ്ഞാൽ അതിൻ്റെ ആ ചണ്ടി പോലെയുള്ള സംഭവങ്ങൾ മേലെ നിൽക്കും കേട്ടോ. അപ്പോൾ നമ്മൾ അത് ഇങ്ങനെ നന്നായിട്ട് കൈയേറ്റ് നന്നായിട്ട് ഇളക്കി നന്നായി പിഴിഞ്ഞെടുക്കുമ്പോഴാണ് അതിൻ്റെ പൊടി സത്തണ്ട് ഇറങ്ങിയിട്ട് വേസ്റ്റ് മാത്രമായിട്ട് നമുക്ക് ഇങ്ങോട്ട് കിട്ടുക. ഇത് നമ്മൾ 2-3-4 വട്ടം ഇങ്ങനെ ചെയ്യണം കേട്ടോ. ഇങ്ങനെ ഇപ്പോൾ ഈ വെള്ള കളർ ഉണ്ടാവില്ല, ഈ വെള്ളം അപ്പോൾ അമ്മയൊക്കെ പറയുന്നത് ഈ വെള്ള കളർ ഉണ്ടെങ്കിൽ അതിൽ പൊടിയാണ് ഈ വെള്ള കളറിലാവണമെന്നാണ് പറയുക. നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഇത് വേസ്റ്റ് വരുന്ന സംഭവമാണ് ആ ബക്കറ്റിലിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുവിധം ഒരു ഉച്ചവരത്തെ പണിയോട് കൂടി പിഴിഞ്ഞ് ഇതാക്കൽ കഴിഞ്ഞു. എന്നിട്ട് അപ്പോൾ കെട്ടി വെച്ച് നമ്മൾ നേരത്തെ തോർത്തുകൊണ്ടിട്ട് വെച്ച വെള്ളം ഒരു ഉച്ചയ്ക്ക് ശേഷം അനങ്ങാതെ വെച്ചാൽ
തെളി വെള്ളമാണ്. ഈ വെള്ളം ഇത് കറുത്ത കളർ കൊണ്ട് ഈ വെള്ളം നമുക്ക് കളയണം. അപ്പോൾ അടിയിൽ കൂവപ്പൊടി ഊർന്ന് വരും. എന്നിട്ട് ഇപ്പോൾ കണ്ടോ ഈ കറുത്ത കളർ ഉണ്ടെങ്കിൽ നന്നായിട്ടില്ല, ഞാൻ തെളിഞ്ഞ വെള്ളമായിട്ട് മാറണം. അതുവരെ നമ്മളിങ്ങനെ ഒഴിച്ചും കൊണ്ടേയിരിക്കും. പൊടി അടിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും കേട്ടോ. കണ്ടോ ഇതാണ് കൂവപ്പൊടി. കണ്ട അടിയിൽ പൊടി ഇങ്ങനെ ഉണ്ട്. ഇനി നമ്മളിത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് പിന്നെ നമ്മളിതിങ്ങനെ വെക്കും. ഇതിപ്പോൾ രാത്രി വീണ്ടും അതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ട് അപ്പോൾ ഈ വെള്ളം കണ്ടോ നല്ല തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് നമ്മളെ പൊടി നന്നായിട്ട് വൃത്തിയായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിങ്ങനെ വെള്ള കളറിൽ നിൽക്കുന്നത് കേട്ടോ. ഇത് നമ്മളിനി കുറച്ച് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും നമ്മളിത് കളയും. ഇപ്പോൾ വീണ്ടും ഇത് കളയുമ്പോൾ പിന്നെ അത്യാവശ്യം നല്ല സെറ്റായിട്ട് പൊടി അങ്ങനെ സെറ്റായിട്ട് ഇരിക്കുന്നുണ്ടാവും. എന്നിട്ട് ഇവിടെ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ മൂന്നാമത് ഒന്നും കൂടി വെള്ളം ആക്കിയിട്ട് ചെമ്പിൽ വെക്കും. എന്നിട്ടത് രാവിലെ ആകുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് ഊർന്നിട്ട് ക്ലിയറായിട്ട് പൊടി ഉണ്ടാവും. എന്നിട്ട് ഈ പൊടി നമ്മൾ പിന്നെ എടുത്തിട്ട് വാർപ്പിൻ്റെ മേലെ കൊണ്ടുപോയിട്ട് ടെറസിൽ നന്നായിട്ട് ഉണക്കും. അങ്ങനെ ഉണക്കിയിട്ട് പൊടി നന്നായിട്ട് ഉണങ്ങണം. ഇപ്പോൾ കട്ട കുത്തിയ ഭാഗങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ നന്നായിട്ട് ഉണങ്ങി വൃത്തിയാക്കി 2-3 ദിവസത്തെ ഉണക്കായിട്ടുണ്ടെങ്കിൽ നമ്മളെ കൂവപ്പൊടി സെറ്റാവും. പിന്നെ നമുക്ക് അതേറ്റ് പായസമോ ഈ വേനൽക്കാലത്തൊക്കെ വെള്ളം കലക്കി കുടിക്കുക, അങ്ങനെ എന്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ എൻ്റെ ചെറിയ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ലൈക്കും ചെയ്ത് ഷെയറും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് എൻ്റെ ചെറിയ ചാനലിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പ്ലീസ്. ഓക്കെ ടാറ്റാ ബൈ, സീ യു.